ഇന്ന് നിങ്ങളുടെ ടി-വിയിൽ ഒരു ലൈവ് പ്രോഗ്രാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇളവക്കോട് മേഖലയിലെ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നും ഉള്ള കാട് വെട്ടിമാറ്റിക്കൊണ്ട് പോകുന്ന മെമ്പറുടെ നേതൃത്വത്തിലുള്ള ഒരു സംരംഭം ഏറ്റവും നല്ലതായി നമ്മളതിനെ കാണുന്നു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആ കാട് വെട്ടി പരമാവധി ആ വാർഡിൻ്റെ ആളുകൾ താമസിക്കുന്നിടം വരെ വേണം. അല്ലെങ്കിൽ നമുക്ക് തോന്നും നാളെയോ മറ്റന്നാളോ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഹോട്ടലുകാരൻ്റെ സൗകര്യത്തിന് ഹോട്ടലിൻ്റെ പേരും ഹോട്ടലിൻ്റെ മറ്റ് പരസ്യത്തിനും വേണ്ടി ആണ് ആ കാട് വെട്ടിയത് എന്ന് നമുക്ക് തോന്നും. അവിടെ തൊട്ട് താഴ്വശത്തോട്ട് നോക്കുക, 10-14 വീട്ടുകാർ താമസിക്കുന്ന ഒരു മേഖലയുണ്ട്. പൂങ്കോട് വാർഡിലെ വോട്ടേഴ്സാണ്. അവരുടെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന കാട് ആന കയറി നിന്നാൽ കാണാൻ കഴിയത്തില്ല, അത്രയും വലിയ കാടാണ്. അതിന്റെ തൊട്ടു താഴ്വശത്ത് മാർത്തോമ കോളേജിന്റെ ആ ഗേറ്റിന്റെ അങ്ങേയറ്റം 2 വീടുകൾ താമസിക്കുന്ന മേഖലയുണ്ട്. 2 വീട്ടുകാരാണ്. അവരുടെ വീടിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് നോക്കിയാലും കാണാം, നല്ല കാടാണ്. അപ്പം മെമ്പർ അവരുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വാഗ്ദാനം നൽകി കാട് വെട്ടി തെളിച്ചു കൊടുക്കാം. അത് നല്ല കാര്യമാണ്. ആ കാട് വെട്ടി തെളിക്കുന്നത് പരമാവധി ആളുകൾക്ക് പ്രയോജനം വേണം, ഹോട്ടലുകാരൻ്റെ പ്രയോജനം മാത്രം നോക്കരുത്. ഹോട്ടലുകാരൻ്റെ ഭാഗം മാത്രമാണ് വൃത്തിയാക്കി പോകുന്നത് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുജനത്തിനും ഞങ്ങൾക്കും ഒക്കെ ഒരു സംശയം വരും, എന്തുകൊണ്ടത് ചെയ്തു. പിന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അറിവുള്ള വളരെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരവിടെ നിൽക്കുമ്പോൾ റോഡിലൊരു ബോർഡുണ്ട്, ഹോട്ടലിൽ ഹൈക്കോടതിയുടെ വിധിയുണ്ട്, പൊതുനിരത്തിൽ ബോർഡുകൾ വയ്ക്കാൻ പാടില്ല എന്ന്. ആ ബോർഡിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അവര് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ആദ്യം അവർ ശ്രദ്ധിക്കേണ്ടുന്നത് ഗവൺമെന്റിനെയും ഗവൺമെന്റിന്റെ നിയമങ്ങളെയൊക്കെ പാലിക്കുന്ന ഒരു കാര്യം കൂടി, ആ ബോർഡ് കൂടി മാറ്റിവെക്കണം എന്ന് പറയാനുള്ള ആർജവം അവർ കാണിക്കും. ആ റോഡിന്റെ നേരെ എതിരെ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്, അതുവഴി ഒന്ന് കടന്നു പോകണം. അവിടെ ഒരു ഹരിജൻ കോളനിയും 100 ആളുകൾ പോവുകയും ചെയ്യുന്ന ഭാഗമാണ്. അവിടെ ഒരു തോട്ടത്തിന്റെ കാട് ഇറങ്ങി റോഡിൽ കിടന്ന് പാമ്പിനെ കണ്ടും ഒക്കെ കുട്ടികൾ ഭയപ്പെട്ട് തിരിഞ്ഞോടി പോകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ സമയത്ത് ഇതുപോലെ കാടുണ്ടായപ്പോൾ അതിന്റെ മുതലാളിയെ പഞ്ചായത്ത് അധികൃതർ വിളിച്ചു പറയുകയും മുതലാളിയെ കൊണ്ട് അത് വെട്ടിച്ച് വൃത്തിയാക്കുകയും ചെയ്തു. അതും ഒക്കെ നമുക്ക് വൃത്തിയാകണം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഏത് നല്ല സംരംഭത്തിനോടും പൂർണ്ണമായി യോജിക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ. നല്ലതിനെ നല്ലെന്ന് കാണും, നല്ലതിനെ പുകഴ്ത്തുകയും ചെയ്യും. പക്ഷേ അത് നല്ലതായിരിക്കണം, നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി ആയിരിക്കണം. ഒരു വ്യക്തിയുടെ സൗകര്യത്തിന് വേണ്ടി ആ മേഖല മാത്രം ചെയ്യുന്ന രൂപത്തിൽ പോകരുത്. ഈ പാവങ്ങളായ താഴെ താമസിക്കുന്നവരുടെ ആ ഭാഗവും തൊട്ട് താഴ്വശത്തെ ഭാഗവും ഈ റോഡുമൊക്കെ ബഹുമാന്യയായ മെമ്പർ വൃത്തിയാക്കി തരും എന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ഇല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ അഴിമതി എന്ന് പറയേണ്ടി. അതാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്.